തൃശൂരിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന KSRTC ബസ് തടഞ്ഞു. വിറ്റ്ലപ്പാറ ഏഴാറ്റുമുഖം പാതയിലാണ് 15 മിനിറ്റ് നേരം ആന വാഹനങ്ങൾ തടഞ്ഞത്. ആന ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന് സമീപം നിലയുറപ്പിച്ചതിന്റെ പുതിയ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ആന ഇപ്പോൾ ഈ ഒരു റോഡിലും മറ്റും ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ആനയുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ ഏത് രീതിയിലാണ്? ആന ഇപ്പോൾ ബസ് തടഞ്ഞു എന്ന് പറയുന്നു, എന്താണ് സംഭവിച്ചത്? ആനയുടെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്നു, അല്ലെങ്കിൽ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് വേണം തന്നെ പറയാൻ. കാരണം ആന ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ക്ഷീണിതനും അവശനുമായി മാറുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ, പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ നമ്മളോട് രാവിലെ അറിയിച്ച വിവരം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് KSRTC ബസ് ആന തടയുന്നത്. അതിരപ്പള്ളിയിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വഴി കാലടി പ്ലാന്റേഷൻ വഴി മലയാറ്റൂർക്ക് പോകുന്ന KSRTC ബസ്സാണ് തടഞ്ഞത്. വിറ്റ്ലപ്പാറ ഏഴാറ്റുമുഖം പാതയിൽ ആന നടന്നു വരുന്ന വഴിയിൽ ബസ് വന്ന സാഹചര്യത്തിൽ ആന റോഡിലൂടെ തന്നെയാണ് കുറെ സമയം നടക്കുന്നത്. അത് അത്തരത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന എസ്റ്റേറ്റ് റോഡിലൂടെ നടന്നു വരുന്ന ശീലവും ഈ ആനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആന വന്ന വഴിയിലാണ് ബസ് കണ്ട് അത് തടഞ്ഞത്. ഏറെ നേരം റോഡിൽ ഒരു 15 മിനിറ്റോളം സമയം റോഡിൽ ബസ്സിന് മുൻപിൽ ആന നിലയുറപ്പിച്ചു. അതിനുശേഷം ആന സ്വയം വഴിമാറി പോവുകയായിരുന്നു. 15 മിനിറ്റിലധികം സമയം ആന വന്നതിനെ തുടർന്ന് ബസ് റോഡിൽ നിർത്തിയിടേണ്ടത് സാഹചര്യമുണ്ടായി. ആനയുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്നത് ആന കടന്നു പോകുമ്പോൾ കടുത്ത ദുർഗന്ധമാണ് എന്നുള്ളതാണ്. മുറിവിൽ അണുബാധയുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ ഡോക്ടർ അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിച്ചിരുന്നു. ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിച്ചിരുന്നു. ആനയുടെ മുറിവ് അത് അണുബാധ ഉണ്ടായി അത് മറ്റ് ശരീരത്തെ ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് തലച്ചോറിലേക്കും ഒക്കെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ സംഘത്തിൻ്റെതായിട്ടുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ആനയ്ക്ക് ട്രീറ്റ്മെന്റ് നൽകുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ള ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് എറണാകുളം കോടനാട്ടുള്ള അഭയാരണ്യത്തിലെ ആനക്കൂട് ബലപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് ആരംഭിക്കും. മൂന്നാറിൽ നിന്ന് യൂക്കാലി മരങ്ങൾ എത്തിച്ച് കൂട് ബലപ്പെടുത്തി ഒരു 4 ദിവസത്തിനുള്ളിൽ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആനയെ വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറ്റു പ്രതീക്ഷ. ഇതിനായി ഡോക്ടർ അരുൺ സക്കറിയ വയനാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഇതിനായി പ്രത്യേക സംഘം ആനയെ നിരീക്ഷിക്കാനും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമായി അതിരപ്പള്ളിയിലും ചാലക്കുടിയിലുമായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഒരു 5 ദിവസത്തിനുള്ളിൽ, ചുരുങ്ങിയത് 4 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റ് ചികിത്സാ നടപടികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ഏതായാലും ആന ജനവാസ മേഖലയിൽ ഇപ്പോഴും തുടർച്ചയായി എത്തുന്നുണ്ട്. ആന സ്ഥിരം സഞ്ചരിക്കുന്ന വഴികളിലൂടെ സ്ഥിരമായി നടന്നു നീങ്ങുകയുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് എത്തിയപ്പോൾ കാലടി പ്ലാന്റേഷനിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കും മറ്റും യാത്ര ചെയ്യുന്ന KSRTC ബസ് ആന തടഞ്ഞു നിർത്തിയത്. സ്വാതി. ശരി ലെവിൻ.